നമസ്കാരം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പൂനെയിലെ ആഗാഖാൻ പാലസാണ്. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖം സമ്മാനിച്ച ഒരു കെട്ടിടം കൂടിയാണ് ഈ ആഗാഖാൻ പാലസ്. 1942 ആഗസ്റ്റ് മാസം 9-ാം തീയതി രാജ്യത്ത് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചപ്പോൾ ആ പ്രക്ഷോഭത്തിന് ഏറ്റവും ശക്തി പകർന്നത് ബോംബെയിലായിരുന്നു. ആ മുദ്രാവാക്യം സമ്മാനിച്ചത് തന്നെ യങ്ങസ്റ്റ് മുംബൈ മേയറായിരുന്ന യൂസുഫ് മെഹർ അലി എന്ന സോഷ്യലിസ്റ്റ് ചെറുപ്പക്കാരനായിരുന്നു. ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ തീച്ചൂളയിൽ മഹാത്മാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ കസ്തൂർബ ഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ മഹാദേവ ദേശായിയെയും സരോജിനി നായിഡുവിനെയും ഈ 4 പേരെയാണ് 1942 ആഗസ്റ്റ് മാസം 9-ാം തീയതി മുതൽ ഈ ആഗാഖാൻ പാലസിൽ തടവിലിട്ടത്. ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ കസ്തൂർബ ഗാന്ധി ഇവിടെ തടവിലിരിക്കുമ്പോഴാണ് മരണപ്പെട്ടത്. അവരുടെ സമാധിയും ഇവിടെയാണുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പ്രൈവറ്റ് സെക്രട്ടറി മഹാദേവ ദേശായിയും അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞത്, ഈ ലോകം വിട്ടുപോയത് ഇതേ ആഗാഖാൻ പാലസിൽ തടവിലിരിക്കുമ്പോഴാണ്. അങ്ങനെ ഗാന്ധിജിയുടെ 2 കൈകളും നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് ആഗാഖാൻ പാലസിലെ ഈ തടവ് കാലത്ത് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത്. 1892 മുഹമ്മദ് ഷാ ആഗാഖാൻ 3 ആണ് ഈ മനോഹരമായ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അത് ഒരു തരം ചാരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം നടത്തിയത്. ഈ പ്രദേശത്ത് വലിയ പട്ടിണിയും ദാരിദ്ര്യവും നേരിട്ടപ്പോൾ കുറേ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക, ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അന്നത്തെ 12 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ കൊട്ടാരം നിർമ്മിച്ചത്. കേവലം 20-ാമത്തെ വയസ്സിലാണ് പ്രിൻസ് കരീം ഹുസൈനി ആഗാഖാൻ 4 ഈ പരമ്പരയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. ഇതിൻ്റെ സ്പിരിച്വൽ ഹെഡായിട്ട് ഷിയ വിഭാഗത്തിൻ്റെ, ഇസ്മായിലി വിഭാഗത്തിൻ്റെ സ്പിരിച്വൽ ഹെഡായിട്ട് നേതൃത്വം ഏറ്റെടുക്കുന്നതും. അദ്ദേഹം പിന്നീട് ഫ്രാൻസിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിരതാമസം. 1969 അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ഇവിടെ വന്ന് ഈ കിടക്കുന്ന ഈ ഭൂമി മുഴുവൻ ഏതാണ്ട് 19 ഏക്കർ ഭൂമി, അതേപോലെ ഈ കൊട്ടാരം, എല്ലാ വസ്തുക്കളും മഹാത്മാഗാന്ധിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ ട്രസ്റ്റിന്, ഗാന്ധി സ്മാരക നിധിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയും അന്നു മുതൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇന്ദിരാഗാന്ധി ഇവിടെ വന്ന് ഇതിൻ്റെ കൃത്യമായ എല്ലാ വർഷവും ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി ഗ്രാൻറ്റ് അനുവദിക്കുകയും അങ്ങനെ കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന ഒരു കെട്ടിടമാണ്. അടുത്ത കാലത്തായിട്ട് ഗ്രാൻറ്റ് ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് പൊതുവേ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഈ മനോഹരമായ സ്ഥലങ്ങളൊക്കെ തന്നെ ആഗാഖാൻ കുടുംബം സൗജന്യമായിക്കൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൈമാറി. ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ ഗാന്ധി സ്മാരക നിധി ഇവരൊക്കെ തന്നെയാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഈ മനോഹരമായ കൊട്ടാരം നമുക്കൊന്ന് കാണുകയും ചെയ്യാം. ഒരു ജീവിതകാലം മുഴുവൻ സത്യത്തിൻ്റെയും അക്രമരാഹിത്യത്തിൻ്റെയും മാർഗത്തിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാം ത്യജിച്ച് പോരാടിയ ഒരു വ്യക്തിത്വമായിരുന്നു മഹാത്മജിയുടേത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം വിശ്രമമില്ലാതെ അദ്ദേഹം നടത്തിയ പോരാട്ടമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ലോകത്ത് തുല്യതയില്ലാത്ത സ്വാതന്ത്ര്യ സമര പോരാട്ടമാക്കി മാറ്റിയത്. മഹാത്മജിയുടെ അക്രമരാഹിത്യ മാർഗമാണ് അതിനെ പവിത്രമാക്കിയത്. എല്ലാ മതങ്ങളെയും ഒരുപോലെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മതസൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മതമാണ് ഗാന്ധിജി ഈ രാജ്യത്തിന് പഠിപ്പിച്ചു തന്നത്.
ഈശ്വർ അല്ലാ തേരെ നാം എന്ന മനോഹരമായ ഗീതമാണ് ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചത്. ആയിരത്തി 1942 ആഗസ്റ്റ് മാസം 9-ാം തീയതി ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മഹാത്മജിയെ അറസ്റ്റ് ചെയ്ത് ആഗാഖാൻ പാലസിൽ വീട്ടുതടങ്കലിൽ അടച്ചതിന് ശേഷം ആദ്യമായിട്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പ്രൈവറ്റ് സെക്രട്ടറി മഹാദേവ് ദേശായിയാണ്. ഒരു വിധിയുടെ വൈപരീത്യം എന്നൊക്കെ പറയുന്നത് പോലെ 1942 ആഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് അദ്ദേഹം ഇവിടെ വെച്ച് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സമാധിയാണ് മധ്യഭാഗത്ത് കാണുന്നത്. 1944 ഫെബ്രുവരി മാസം 22-ാം തീയതിയാണ് ഗാന്ധിജിക്ക് എല്ലാമായ പ്രിയപ്പെട്ട കസ്തൂർബ ഗാന്ധിയെ ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടത്. കസ്തൂർബ ഗാന്ധിയെക്കുറിച്ച് വൈകാരികമായി മഹാത്മജി പറഞ്ഞത്, അവൾ എന്നെ പരാജയപ്പെടുത്തിയ മേഖല സ്നേഹമാണ്. സ്നേഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചകൾക്കും എല്ലാ ത്യാഗങ്ങൾക്കും അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് ഒരു തരത്തിലുള്ള പരാതിയുമില്ലാതെ ആ പോരാട്ടത്തിൻ്റെ പിൻബലം നൽകിയത്, ശക്തി പകർന്നത് കസ്തൂർബ ഗാന്ധിയായിരുന്നു. ആ കസ്തൂർബ ഗാന്ധിയെയാണ് ഈ പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിൽവാസത്തിനിടയ്ക്ക് മഹാത്മജിക്ക് നഷ്ടപ്പെട്ടു പോയത്. അവരുടെ സമാധിയാണ് ഇങ്ങേ അറ്റത്ത് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. കസ്തൂർബ ഗാന്ധിയുടെ സമാധിയാണ്. മധ്യത്തിലുള്ളത്, രണ്ടാമതായിട്ടുള്ളത് മഹാദേവ ദേശായിയുടേതാണ്. ആ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ബ്രിട്ടീഷുകാർ പരിഹസിച്ചു വിളിച്ച ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് ജനാധിപത്യ മാർഗത്തിലൂടെ, അഹിംസയുടെ മാർഗത്തിലൂടെ, ത്യാഗത്തിൻ്റെ മാർഗത്തിലൂടെ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച, ഒന്നും കാക്ഷിക്കാതെ, ഒന്നും ആഗ്രഹിക്കാതെ, അധികാരസ്ഥാനങ്ങൾ കൊതിക്കാതെ ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ആ മനുഷ്യനെ വെടിയുണ്ടകളെ കൊണ്ട് അവസാനിപ്പിച്ചത് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന തീവ്ര മതവാദിയാണ്. ഈ കേസിൽ, കൊലപാതക കേസിൽ മഹാത്മാഗാന്ധിയെ വെടിയുണ്ടക്കിരയാക്കിയ ആളുകളിൽ പലരും നാഥുറാം വിനായക് ഗോഡ്സേക്ക് കൈകളിൽ തോക്ക് പിടിപ്പിച്ചു കൊടുത്ത പലരും നിയമത്തിൻ്റെ മുമ്പിൽ രക്ഷപ്പെട്ടിരിക്കാം. അവരൊക്കെ തന്നെ പിന്നീട് വീരപുരുഷന്മാരായി മാറിയിരിക്കാം. പക്ഷേ നിയമത്തിൻ്റെ മുമ്പിൽ രക്ഷപ്പെട്ടാലും ഇന്ത്യയുടെ മതേതര മനസ്സിൽ, ജനാധിപത്യ ഭാരതത്തിൻ്റെ മനസ്സിൽ അവരൊക്കെ എന്നും പ്രതികളായി തന്നെ തുടരും. ആ അർദ്ധനഗ്നൻ എന്ന് ബ്രിട്ടീഷുകാർ പരിഹസിച്ച് വിളിച്ച ഒരു മുണ്ട് മാത്രം ഉടുത്തുകൊണ്ട് ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങളെ ഒരു ചരടിൽ കോർത്തിണക്കിക്കൊണ്ട് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച, ലോകത്തെ തന്നെ ഭാരതം മാതൃകയായത് മഹാത്മാഗാന്ധിയുടെ സഹന സമരത്തിലൂടെയാണ്, അഹിംസ സമരത്തിലൂടെയാണ്, നിസ്സഹകരണ സമരത്തിലൂടെയാണ്, ഉപ്പ് സത്യാഗ്രഹത്തിലൂടെയാണ്. അല്ലാത്ത ഇപ്പോഴുള്ള പര്യവേക്ഷണങ്ങളിലൂടെയല്ല ഭാരതം ഒരിക്കലും ലോകത്തിന് മുമ്പിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്നത്. ആ മഹാത്മാഗാന്ധിയെ വെടിയുണ്ടക്കിരയാക്കിയ തത്വസംഹിതകൾ ഏതായാലും അത് വെറുക്കപ്പെടേണ്ടത് തന്നെയാണ്. നന്ദി, നമസ്കാരം.